ഓക്കെ, ഇതിൽ ഈ ഫെറോ ഡൈനാമിക് കോമ്പൻസേറ്റിംഗ് കൺവേർട്ടർ എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളിപ്പോൾ പറഞ്ഞ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിലൊക്കെ പറഞ്ഞത്. അപ്പോൾ പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിലിൻ്റെ മൊത്തം അറേഞ്ച്മെൻറ്റ് ഫെറോ ഡൈനാമിക് കോമ്പൻസേറ്റിംഗ് കൺവേർട്ടറിനകത്ത് പെടുന്നതാണ്. അടുത്തത് എന്താണ്, ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ആ മൂവിങ് കോയിൽ മൂവ്മെൻറ്റ്സ് ആകണമെന്ന് പറയുന്നത് വളരെ ചെറിയൊരു അളവായിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് ഒരു ആംപ്ലിഫിക്കേഷൻ സിസ്റ്റം വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് സോളിഡ് സ്റ്റേറ്റ് ആംപ്ലിഫയറിൽ പോകും. പിന്നെ ആ സോളിഡ് സ്റ്റേറ്റ് ആംപ്ലിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടാണ് എന്തിലോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞത്, മൂവിങ് മെക്കാനിസം സിസ്റ്റത്തിലോട്ട് പോകേണ്ടത്. അതാണ് ബാലൻസിങ് മോട്ടർ എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. ആ ബാലൻസിങ് മോട്ടർ എന്ത് ചെയ്യും, ആദ്യം ബാലൻസ് കണ്ടീഷനിൽ ഇരിക്കുന്ന മോട്ടറായിരിക്കും. ഈ കോയിൽ മൂവ്മെൻറ്റ്സ് ആകുന്നത് വെച്ചിട്ട് എന്താണ് ആംപ്ലിഫയറിൽ ഔട്ട്പുട്ട് കിട്ടും. ആ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ബാലൻസിങ് മോട്ടർ വന്നിട്ട് അൺബാലൻസ് ആക്കും. ഈ അൺബാലൻസ് ആക്കുമ്പോഴേക്കും ഇത് എന്താണ് പെന്നിൻ്റെ ഇതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിരിക്കുന്നത്, ലിങ്ക് വെച്ചിട്ട്. അതാണ് ലിങ്കേജ് മെക്കാനിസം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അന്ന് ആ പെന്നെന്താകും, ബാലൻസിങ് ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബാലൻസിങ് മോട്ടറിൻ്റെ പ്രകാരം വന്നിട്ട് മൂവ്മെൻ്റ് ആകും. അത് ചാർട്ട് ഡ്രൈവ് മെക്കാനിസത്തിലായിരിക്കും. ചാർട്ട് ഡ്രൈവ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് പേപ്പറെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേപ്പർ സ്പീഡ് വന്നിട്ട് നമ്മൾ റെഡിയാക്കണം. അപ്പോൾ അതിനെയാണ് ഈ ലാസ്റ്റ് ഇത് വന്നിട്ട് തന്നിരിക്കുന്നത്, ചാർട്ട് ഡ്രൈവ് മെക്കാനിസം എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് ദ എന്താണ് പ്രോപ്പർ ചാർട്ട് സ്പീഡ് വന്നിട്ട് കറക്റ്റായിരിക്കണം. പിന്നെ എന്താണ് ചാർട്ട് എന്താണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം വേണം. ഇത് ഫുള്ളും തന്നെത്താനെ എഴുതിയാൽ മതി. ഈ ഔട്ട്പുട്ട് ഫ്രം ദ പ്രൈമറി ട്രാൻസ്മിറ്റർ എന്നൊക്കെ പറഞ്ഞ് കണ്ടോ, ഈ ഒരു പാരഗ്രാഫ് വന്നിട്ട് എഴുതുക. ഈ മേലിൽ കാണുന്ന ഗ്രാഫ് ഒന്നും വരയ്ക്കണമെന്ന് വന്നിട്ട് ഇല്ല, ആ മേലിൽ കാണുന്ന പാരഗ്രാഫും വരയ്ക്കണമെന്നില്ല. ഈ ലാസ്റ്റ് കാണുന്ന ചാർട്ട് ഡ്രൈവ് മെക്കാനിസം എഴുതുക, അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ പാരഗ്രാഫും എഴുതുക. പിന്നെ LVDTയുടെ എന്താണ് ഇൻസ്ട്രുമെൻറ്റ് പാർട്സ് എന്ന് പറയുമ്പോൾ അതാണ് ഈ 5 പാർട്സ് എഴുതുക. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ഈ ഒരു പടം വരച്ചിട്ട് നമ്മുടെ സാധാരണ LVDTയുടെ കോൺസെപ്റ്റാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 2 പെർമനൻറ്റ് മാഗ്നറ്റ്, അതിൻ്റെ ഇടയിൽ ഒരു മൂവിങ് കോയിലുണ്ട്. ആ കോയിലിൻ്റെ കണക്ഷനാണ് പുറമേ ഒരു എന്താണ് ഇപ്പോൾ മൂവിങ് കോയിൽ അസംബ്ലി എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് മെഷർമെൻറ്റ് ചെയ്യാൻ പോകുന്ന കറണ്ട് ഗ്രാഫിക്കലായിട്ട് കാണിക്കണം. ആ കറണ്ട് കോയിലിൽ കൂടി അപ്ലൈ ചെയ്യുമ്പോഴേക്കും കോയിൽ മാഗ്നറ്റൈസ്ഡ് ആയിട്ട് നമുക്ക് ഓൾറെഡി അത് വന്നിട്ട് എന്താണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കോയിൽ അട്രാക്ഷൻ റിപ്പൾഷൻ ആകുന്നത് വെച്ചിട്ട് എന്താകും, ആ കോയിൽ മൂവ്മെൻ്റ് ആകും. ആ കോയിലിൻ്റെ മൂവ്മെൻറ്റെയാണ് ഫെറോ മാഗ്നറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പോയിൻ്റായിട്ട് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്താകും, അതിൻ്റെ എന്താണ് ആദ്യം ബാലൻസിലാണ് ഇരിക്കുന്നത്. കോയിൽ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ അൺബാലൻസിങ് ആകണേന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കോയിൽ മൂവ്മെൻ്റ് ആകുന്നതാണ് എന്ത് ഒരു ഔട്ട്പുട്ടായിട്ട് വരുന്നത്. ആ ഔട്ട്പുട്ട് വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആംപ്ലിഫയറിൽ കൂടി നമ്മൾ ആംപ്ലിഫിക്കേഷൻ ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യണം. അപ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസിങ് മോട്ടാറിൽ അയക്കുന്നതിന് അപ്പോൾ എത്രമാത്രം സെൻറ്ററിൽ നിന്ന് നീങ്ങിയിട്ടുണ്ടോ അതനുസരിച്ചിട്ടുള്ള ഒരു ബാലൻസിങ് ഔട്ട്പുട്ടായിരിക്കും ബാലൻസിങ് മോട്ടാറിലോട്ട് പോകുന്നത്. അത് ഒരു ലിങ്കേജ് മെക്കാനിസം വെച്ചിട്ട് നമ്മൾ പെന്നോടെ കണക്റ്റഡ് ആയിരിക്കും. അത് വെച്ചിട്ട് എന്താണ് ചാർട്ട് പേപ്പറിൽ നമ്മൾ വരയ്ക്കുന്നതായിരിക്കും. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. ഓക്കെ.